ഈശ്വരൻ പൂക്കളിൽ മന്ദഹസിക്കുകയും തരുക്കളിൽ കൈകൾ വീശുകയും ചെയ്യുന്നുവെന്ന് ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട്. താങ്കളുടെ വായനയിൽ ഖലീൽ ജിബ്രാൻ വന്നിട്ടുണ്ടോ? തീർച്ചയായും. എങ്ങനെയാണ് ഖലീൽ ജിബ്രാനെ വിലയിരുത്തുന്നത്? ഖലീൽ ജിബ്രാൻ ഒരു അറബി പശ്ചാത്തലമുള്ള ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ജലാലുദ്ദീൻ റൂമി അടക്കമുള്ള പൂർവികരുടെ പാത ഖലീൽ ജിബ്രാനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ആശയം. ഉദാഹരണത്തിന് റൂമി പറയാറുണ്ട്, ഞാൻ രാത്രിയാണ് നോക്കുന്നത്, പക്ഷെ ഞാൻ കാണുന്നത് പുലർകാല വേളയിലെ പൂത്തു നിൽക്കുന്ന പൂങ്കലകളാണ് ഞാൻ കാണുന്നത്. അഹമ്മദ് കബീർ, താങ്കൾ എന്ത് അന്വേഷിക്കുന്നു, എന്ത് കണ്ടെത്തിയിരിക്കുന്നു? നമുക്ക് പിടിതരാത്തൊരു പ്രാപഞ്ചിക ഘടനയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ പ്രാപഞ്ചിക ഘടനയിലേക്ക് വെളിച്ചം വീശുന്നതിന് നമ്മൾക്കുണ്ടാവുന്ന ചെറിയ അന്വേഷണം നടത്തുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ റൂമിയെ പോലെ, സാദി ഷിറാസിയെ പോലെ, അത്താറിനെ പോലെയുള്ള കവികൾ നമ്മുടെ ജീവിതത്തെ ഒരു ശരിയായ ദിശയിലേക്കാണ് നയിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മാന്വേഷണത്തിൻ്റെ പാതയിലാണ് അഹമ്മദ് കബീർ. ആത്മാവ് സ്വയം അനാവൃതമാണ്, അസംഖ്യം ഇതിലുള്ള ഒരു താമര. റൂമി പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണോ അത് പ്രകാശനം ചെയ്യപ്പെടട്ടെ. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം പ്രകാശിപ്പിക്കേണ്ടത് നമ്മുടെ സ്വന്തം വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായി. ആ അന്വേഷണം ഒരിക്കലും അവസാനിക്കുകയില്ല. എനിക്ക് തോന്നുന്നത് ജീവിതാവസാനം വരെ ഈ അന്വേഷണത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ആ അന്വേഷണത്തിൽ എന്നെങ്കിലും ഒരു നാൾ സത്യത്തിൻ്റെ പാതയിൽ നിൽക്കാൻ സഹായകമാവട്ടെ. എന്നെങ്കിലും ഒരു നാൾ സത്യത്തിൻ്റെ പാതയിൽ എത്തിച്ചേരാതിരിക്കില്ല. അങ്ങാടിപ്പുറത്തെ ചെടികൾക്കും പൂക്കൾക്കും ഇടയിൽ അഹമ്മദ് കബീറിനൊപ്പം അബ്ദുൽ അഹമ്മദ്.